ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് നമുക്ക് പഠിച്ചൊരുങ്ങാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്ക് വായിച്ചു നോക്കാം. വചനം മനുഷ്യനായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിനു സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിനു സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ അവനു സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്നു നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്കു ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ചു തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണു ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബെഥാനിയായിലാണ് ഇത് സംഭവിച്ചത്. ദൈവത്തിൻ്റെ കുഞ്ഞാട്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്നു ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നു ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത്
താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ആദ്യ ശിഷ്യന്മാർ. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കൊണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്നു നീ വിളിക്കപ്പെടും. പീലിപ്പോസും നഥാനായേലും. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബേത്സൈദായിൽ നിന്നുള്ളവനായിരുന്നു. പീലിപ്പോസ് നഥാനായേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനായേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക. നഥാനായേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനായേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനു മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനായേൽ പറഞ്ഞു, റബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ദൈവത്തിന് സ്തുതി. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 51 വാക്യങ്ങളാണുള്ളത്. 51-ാമത്തെ വാക്യം, അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾക്ക് കാണാം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് വചനം ഓരോന്ന് തിരിച്ച് ഓടി പഠിക്കാം കേട്ടോ. എന്നാലാണ് ആഴത്തിൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നോക്കിക്കേ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 17-ാം വാക്യം വരെയുള്ള 18-ാം വാക്യം വരെ വചനം മനുഷ്യനായി എന്ന തലക്കെട്ടിന് താഴെയാണ്. 1 മുതൽ 1-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങളാണ് വചനം മനുഷ്യനായി എന്ന തലക്കെട്ടിന് താഴെയുള്ളത്. ഇനി 1-ാം വാക്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1-ാം അധ്യായം 1-ാം വാക്യം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിലും 1 യോഹന്നാൻ 1:1 വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിലും പ്രതിപാദിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ താഴെ തന്നിരിക്കുന്നത്. നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം.
1 അധ്യായം 1 വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ തിരുവചനം ഉൽപ്പത്തിയുടെ പുസ്തകം 1 അധ്യായം 1 വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 5 വാക്യത്തിലും 1 യോഹന്നാൻ 1 അധ്യായം 1 വാക്യത്തിലും വെളിപാടിൻ്റെ പുസ്തകം 19 അധ്യായം 13 വാക്യത്തിലും ഈ തിരുവചനത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് അങ്ങനെ പഠിക്കാം. ഇനി 2 വാക്യം എന്താണെന്ന് നോക്കാം. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. 3 വാക്യം, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. സമസ്തവും, ലോകം മുഴുവനും പുത്രനായ വചനമാകുന്ന ദൈവത്തെ കൂടെ, ദൈവത്തോടു കൂടെയാണ് എല്ലാം ഉണ്ടായതെന്നാണ്, അവനിലൂടെ ഉണ്ടായി എന്നാണ് തിരുവചനം പറയുന്നത്. ഇനി 3 അധ്യായം 3 വാക്യം നമ്മൾ കാണുന്നത്, 1 അധ്യായം 3 വാക്യം പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനം 8 അധ്യായം 6 വാക്യത്തിലും, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 16 വാക്യത്തിലും, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 2 വാക്യത്തിലും ഉണ്ട് എന്നാണ് പരാമർശിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. ഇനി ഈ ഓരോ വചനങ്ങളും എടുത്തെടുത്ത് നോക്കി കണ്ടുപിടിച്ച് പഠിക്കുന്നതും നല്ലതാണ്. ഇനി നോക്കിക്കേ, 4 വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 5 വാക്യം, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിനു കഴിഞ്ഞില്ല. 6 വാക്യം, ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. 7 വാക്യം, അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. 8 വാക്യം, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും 9 വാക്യം, 9 തിരുവചനം, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. 10 വാക്യം, അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. 11 വാക്യം, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. 12 വാക്യം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. 13 വാക്യം, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. 14 വാക്യം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. 16 വാക്യം. ഇനി 13 വാക്യം, അവർ ജനിച്ചതു രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ എന്ന തിരുവചനത്തെക്കുറിച്ച് താഴെ പരാമർശിച്ചിരിക്കുന്നതെന്ന് നോക്കാം. 1 അധ്യായം 13 വാക്യം, ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിലെല്ലാം ഇവിടെ ബഹുവചനം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ ജനനത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രാചീനങ്ങളായ ചില ലത്തീൻ സുറിയാനി കയ്യെഴുത്ത് പ്രതികളിൽ ഏകവചനമാണ് കാണുന്നത്. അത് യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നു. ഇനി 14 വാക്യം പോലും നമുക്കൊന്നുകൂടെ വായിക്കാം. വചനം 14 മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. 15 വാക്യം, യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. 16 വാക്യം, അവൻ്റെ പൂർണ്ണതയിൽ നിന്നു നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. 16 വാക്യം 1:16, ക്രിസ്തുവിൽ
യാഥാർത്ഥ്യമായി തീർന്ന കൃപയ്ക്ക് അനുസൃതമായ കൃപ എന്ന അർത്ഥത്തിലാണ് ഇവിടെ കൃപയ്ക്ക് കൃപ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 17-ാം വാക്യം. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഈ തിരുവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ താഴെ 1:18 പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 20-ാം വാക്യത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യത്തിലും 1 യോഹന്നാൻ 4:12 ഉൾപ്പെടുത്തി ഉണ്ട് എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കൊന്നുകൂടെ നോക്കാം. 1:18 1-ാം അധ്യായം 18-ാം വാക്യത്തിലെ അതിനെക്കുറിച്ച് തന്നെ പരാമർശിക്കുന്ന ഭാഗങ്ങളാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 20-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം, 1 യോഹന്നാൻ 4-ാം അധ്യായം 12-ാം വാക്യവും വിശുദ്ധീകരിക്കുന്നത്. അതായത് ഈ 18-ാം തിരുവചനത്തെക്കുറിച്ച് തന്നെയുള്ള പരാമർശമാണുള്ളത്. 18-ാം തിരുവചനം നമുക്കൊന്നുകൂടെ പഠിക്കാം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഇനി അടുത്ത തലക്കെട്ട്. അപ്പോൾ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യത്തെ തലക്കെട്ടിന് കീഴെ വരുന്നത്. വചനം മനുഷ്യനായി എന്ന തലക്കെട്ടിന് കീഴെ വരുന്നത് 1 മുതൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഇനി അടുത്ത തലക്കെട്ട് സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം. ഈ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയും, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 2 മുതൽ 8 വരെയും, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 9 വരെയും, 15 മുതൽ 17 വരെയും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം എന്ന തലക്കെട്ടിൻ്റെ താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 19-ാമത്തെ വാക്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു. ഇനി 20-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു. ഇത്രയാണ് 20-ാമത്തെ വാക്യത്തിലുള്ളത്. ഇനി 21-ാമത്തെ വാക്യം, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. 22-ാം വാക്യം, അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്കു ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? 22-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്കു ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? 23-ാം വാക്യം, അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണു ഞാൻ. 1-ാം അധ്യായം 23-ാം വാക്യം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ കൂടി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1:23 ഉള്ളത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. 24-ാമത്തെ തിരുവചനം, ഫരിസേയരാണ് അവരെ അയച്ചത്. 25-ാം വാക്യം,
അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ, എലിയായോ, പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? 26 വാക്യം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. 27 വാക്യം. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. 28 വാക്യം. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബെഥാനിയായിലാണ് ഇത് സംഭവിച്ചത്. ഇപ്പം സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം എന്ന തലക്കെട്ടിന് താഴെ 19 വാക്യം മുതൽ 28 വാക്യം വരെയാണ്, 19 മുതൽ 28 വരെയുള്ള വാചകങ്ങളാണ്, തിരുവചന ഭാഗങ്ങളാണ് സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം എന്ന തലക്കെട്ടിന് താഴെ വരുന്നത്. ഇനി അടുത്ത തലക്കെട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കുന്ന തലക്കെട്ടിന് കീഴെ 29 വാക്യം മുതൽ 34 വാക്യം വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. 29 വാക്യം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന് തെളിയിക്കുന്ന മറ്റു വചനഭാഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1 അധ്യായം 29 വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായം 6-7 തിരുവചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 36 വാക്യത്തിലും, ഇപ്പോൾ ഈ അധ്യായത്തിൽ തന്നെ 36 വാക്യത്തിലും പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8 അധ്യായം 32 വാക്യവും 1 പത്രോസ് 1 അധ്യായം 19 വാക്യവും വെളിപാടിൻ്റെ പുസ്തകം 5 അധ്യായം 6 വാക്യവും പരാമർശിച്ചിരിക്കുന്നത് ഈ തിരുവചനത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ആ തിരുവചനം ഏതായിരുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 29 വാക്യം. 1 അധ്യായം 29 വാക്യം എന്താണ്? അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇനി 30 വാക്യം തിരുവചനം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു. 31 വാക്യം. ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ അവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്നാപക യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്നാണ് തിരുവചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. 32 തിരുവചനം. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. 1:32 ഇപ്പം നാം വായിച്ച തിരുവചനം മത്തായിയുടെ സുവിശേഷം 3 അധ്യായം 16 വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 10 വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 3 അധ്യായം 22 വാക്യത്തിലും ഇത് തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നതെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 33 വാക്യം എന്നാന്ന് നോക്കാം. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. 33 തിരുവചനം നമുക്കൊന്നുകൂടെ വായിക്കാം. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. 34 തിരുവചനം. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന തലക്കെട്ടിന് കീഴെ 29 വാക്യം മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത തലക്കെട്ട് ആദി ശിഷ്യന്മാർ എന്നതാണ്. ആദി ശിഷ്യന്മാർ 35 വാക്യം തിരുവചനം. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്.
ഈ തിരുവചനം തന്നെയാണ് നമ്മൾ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1:29 നമ്മൾ വായിച്ചു. ഇനി 37 തിരുവചനം. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? 39 തിരുവചനം. അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ ആയിരുന്നു. 40 തിരുവചനം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ ആന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ 41 വാക്യം. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവരോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. 42 വാക്യം. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്നു നീ വിളിക്കപ്പെടും. വിശുദ്ധ ഗ്രന്ഥത്തിൽ താഴെ 1 അധ്യായം 40 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 18 വാക്യത്തിലും 18-ലും 22-ലും ഉണ്ട് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 16 മുതൽ 20 വരെയും ലുക്കായുടെ സുവിശേഷം 5 അധ്യായം 2 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷം 40 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 41 വാക്യത്തിൽ പറയുന്ന 1:41 നമുക്കൊന്നുകൂടി വായിക്കാം. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. മിശിഹ, ക്രിസ്തു എന്നതിൻ്റെ അർത്ഥം നമുക്ക് താഴെ കാണാം. 1:41 കാണുന്ന മിശിഹ ഹീബ്രു പദമാണ്, ക്രിസ്തു ഗ്രീക്ക് പദം. മിശിഹ ഹീബ്രു പദമാണ്, ക്രിസ്തു ഗ്രീക്ക് പദവും. രണ്ടിൻ്റെയും അർത്ഥം അഭിഷിക്തൻ എന്ന് തന്നെയാണ്. അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ അടുത്ത തലക്കെട്ട്. അപ്പം നോക്കിക്കേ, ആദ്യ ശിഷ്യന്മാർ എന്ന് പറയുന്ന തലക്കെട്ടിന് കീഴെ 35 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ആദ്യ ശിഷ്യന്മാർ എന്ന ശീർഷകത്തിന് താഴെയുള്ളത്. ഇനി അടുത്ത തലക്കെട്ട് പീലിപ്പോസും നഥാനയേലും. അത് 43 മുതൽ 51 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് പീലിപ്പോസും നഥാനയേലും എന്ന ഭാഗത്തുള്ളത്. ഇനി 43 വാക്യം നമുക്ക് വായിക്കാം. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഈ 43 വാക്യം ഇല്ല, മറ്റൊന്നും പരാമർശിച്ചിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് 44 തിരുവചനം. പീലിപ്പോസ് ആന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സേദായിൽ നിന്നുള്ളവനായിരുന്നു. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? പീലിപ്പോസ് ആന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സേദായിൽ നിന്നുള്ളവനായിരുന്നു. 45 തിരുവചനം. പീലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. 45 തിരുവചനം. 1:45 നിയമാവർത്തന പുസ്തകം 18 അധ്യായം 18 വാക്യത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7 അധ്യായം 14 വാക്യത്തിലും 9 അധ്യായം 6 വാക്യത്തിലും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 23 വാക്യത്തിലും ഉണ്ട് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1:45 നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. പീലിപ്പോസ്
നഥാനായേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ തിരുവചന ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗങ്ങൾ നമ്മൾ വായിച്ചു, അത് പഠിക്കാം. ഇനി 46-ാം വാക്യം. നഥാനായേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക. നഥാനയേൽ തൻ്റെ അടുത്തേക്ക്, 47-ാം വാക്യം, നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി എന്താണ് പറഞ്ഞത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. 48-ാം വാക്യം. അപ്പോൾ നഥാനയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. 49-ാം വാക്യം. നഥാനയേൽ പറഞ്ഞു, റബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. 1:49 വിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യത്തിലും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായം 13-ാം വാക്യത്തിലും ഇത് തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. യേശു രാജാവാണ് എന്നത് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 49-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. നഥാനയേൽ പറഞ്ഞു, റബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, 50-ാം വാക്യം. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി, 51-ാം വാക്യമാണ്. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ദൈവത്തിന് സ്തുതി. നോക്കിക്കേ, അപ്പോൾ പീലിപ്പോസും നഥാനയേലും എന്ന് പറയുന്ന തലക്കെട്ടിന് കീഴെ 43-ാം വാക്യം മുതൽ 51 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. ഇനി എത്ര ശീർഷകങ്ങൾ ഇതിലുണ്ടായിരുന്നു എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. 1. വചനം മനുഷ്യനായി. 2. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം. 3. ദൈവത്തിൻ്റെ കുഞ്ഞാട്. 4. ആദ്യ ശിഷ്യന്മാർ. 5. പീലിപ്പോസും നഥാനയേലും. എല്ലാവരും ആവർത്തിച്ച് കേട്ട് പഠിക്കുമല്ലോ. വചനമായിട്ട് തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിഷേകം കിട്ടും, കൃപ ലഭിക്കും, ബന്ധനങ്ങൾ അഴിയും. അപ്പോൾ പ്രത്യേക കർത്താവ് നമ്മെ വഴി നടത്തുന്നതായി നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് വചനമായിട്ട് പഠിച്ച് ലോഗോസ് ക്വിസിന് ഒരുങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ഭാഗങ്ങൾ കൂടി സാധിക്കുന്നത് പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദൈവത്തിന് സ്തുതി.